ഇപ്പോൾ ഈവനിംഗ് ഡിബേറ്റിൽ ഡിവൈഎഫ്ഐ നേതാവ് കെ ഷാനിബ് കൂടി ചേരുന്നുണ്ട്. ഷാനിബ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ നടപടിയെടുത്ത് സസ്പെൻഷൻ നടപടി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നിലവിൽ പാർട്ടിക്കോ പോലീസിലോ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവയ്ക്കേണ്ടതില്ല, എന്നാൽ ഉചിതമായ നടപടിയാണ് എടുത്തതെന്നാണ് സണ്ണി ജോസഫും VD സതീശൻ അടക്കമുള്ളവർ പറയുകയും ചെയ്തത്. ഇപ്പോൾ ഏകദേശം 6 പരാതികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണവും ആരംഭിക്കുകയും ചെയ്തു. ആ വാദം അവിടെ നിലച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, നിലവിൽ ഈ ഇരകളാക്കപ്പെട്ട വനിതകൾ, പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയുക? ഇവിടെ തീർച്ചയായും ഇപ്പൊ പരാതി കിട്ടിയിരിക്കുന്നത്, നിലവിൽ പരാതി കിട്ടിയിരിക്കുന്നത് തേർഡ് പാർട്ടി പരാതിയാണെന്ന് തോന്നുന്നു. പക്ഷെ പെൺകുട്ടികൾ നേരിട്ട് മൊഴി കൊടുക്കാനും ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാനും തയ്യാറായി വരുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ പെൺകുട്ടികൾ മുന്നോട്ട് വരണം. സർക്കാർ എല്ലാ സഹായവും എല്ലാ പിന്തുണയും വാഗ്ദാനം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അത് ഇന്നലെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും വടകര MP ഒക്കെ പറയുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു, അതുപോലെ തന്നെ നിയമസഭാ കക്ഷിയിൽ നിന്ന് ഒഴിവാക്കി എന്നെല്ലാം വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോ താങ്കൾ പറഞ്ഞത് 100% ശരിവെക്കുന്ന തരത്തിലാണ് സ്പീക്കറുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പൊ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ഞങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ രേഖാമൂലമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ് റിലീസ് ഈ പറയുന്ന KPCCയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ AICCയുടെ അനുമതിയോടുകൂടി ഈ ഇത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്നോ തരത്തിലുള്ള ഒരു പ്രതികരണവും ഒരു രേഖാമൂലമുള്ള ഒരു പ്രസ് റിലീസോ പോലും കണ്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാനത് ഇന്നും ഇന്നലെയുമായിട്ട് പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രസ് റിലീസ് പോലും ഉണ്ടായിട്ടില്ല. KPCC പ്രസിഡന്റ് വന്ന് മാധ്യമങ്ങളെ സാക്ഷി നിർത്തി അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പോവുകയല്ലാതെ, അതും സസ്പെൻഷനാണ്, എത്ര കാലത്തേക്കെന്ന് പറയുന്നില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടത്തുന്നു എന്നല്ലാതെ അവർ ചെയ്യുന്ന കാര്യത്തിൽ പോലും, ചെയ്തു എന്ന് അഭിമാനിക്കുന്ന കാര്യത്തിൽ പോലും ഒരു ആത്മാർത്ഥത ഇല്ലാത്തതായിട്ടാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ നടത്തിയ ശ്രമം അത് എത്രത്തോളം വഞ്ചനാപരമാണെന്ന് അവർ തന്നെ മനസ്സിലാക്കണം. അവരുടെ കൂടെയുള്ള MLA മാർ ഉൾപ്പെടെയുള്ള വനിതാ MLA മാരും അതുപോലെ പാർട്ടിക്കകത്തുള്ള ഉന്നത നേതാക്കളും എല്ലാം ഈ വിഷയത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ആ എടുക്കുന്ന നടപടിയിൽ പോലും ഒരു ആത്മാർത്ഥതയില്ലാതെ ജനങ്ങളെ വഞ്ചിക്കാൻ തുടർന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൈക്കോപാത്തിനെ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമം VD സതീശനും VD സതീശന് വേണ്ടി KPCC പ്രസിഡന്റും ഷാഫി പറമ്പിലും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ തരത്തിൽ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്തതിന്റെ രേഖ പോലും എത്ര മാസത്തേക്ക് എന്നുള്ളത് സസ്പെൻഡ് ചെയ്തതിന്റെ ഒരു രേഖ പോലും പുറത്തു വരുന്നില്ല എന്നുള്ളതും വഞ്ചനാപരമാണ് കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാട്. അത് സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിക്കുകയല്ല, സ്ത്രീത്വത്തെ ചവിട്ടി താഴ്ത്തുന്ന നിലപാടാണെന്ന് ഇന്ന് ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി ഷാനിബ്, വളരെ നന്ദി ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച